Hello traders, welcome back to Boss Markets. By the way, this is Gold 30 minutes time frame chart. ഇന്നത്തെ ഒരു ട്രേഡിംഗ് ബ്രേക്കൗട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. ബിഹൈൻഡ് ദ ലോജിക്. ഓക്കെ, ഇന്ന് എടുത്തിട്ടുള്ളത് ഇമ്പൾസ് എൻട്രി ആയിരുന്നു. സെഷൻ ലണ്ടൻ ഓപ്പൺ ചെയ്തതിന് ശേഷം 1 മണിൻ്റെ ക്യാൻഡിലാണ് ഞാനിന്ന് ചൂസ് ചെയ്തിട്ടുള്ളത്. ആ സമയത്താണ് നമ്മൾ ട്രേഡിംഗ് സ്ട്രക്ചർ ഫോം ചെയ്തിട്ടുള്ളൊരു എൻട്രി ഫോമായി വന്നിട്ടുള്ളത്. 30 മിനിറ്റ് ടൈം ഫ്രെയിമാണ് ഞാനിന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കൊന്ന് എൻട്രി എടുക്കാനുള്ള റീസൺ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഏഷ്യൻ സെഷനിൽ ഓൾമോസ്റ്റ് ബിയറിഷ് മൂവ്മെൻ്റ് ആയിരുന്നു. അതിനുശേഷം ഒരു പുൾ ബാക്ക് എൻട്രി ചെയ്തതിന് ശേഷം ഈ ഒരു പോയിന്റിൽ തന്നെ വീണ്ടും ഗോൾഡ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം എത്തി. സ്വാഭാവികമായിട്ടും ഞാൻ പറയാറുള്ള പോലെ വോളിയമുള്ള സമയങ്ങൾ എന്ന് പറയുന്നത് മാർക്കറ്റ് ഓപ്പണിങ്ങും അതുപോലെ പ്രീയും അതുപോലെ പോസ്റ്റും ഒരു 1 hour വരെയൊക്കെയാണ് മാർക്കറ്റിൽ വോളിയം ഉണ്ടാവാറ്. അപ്പോൾ ഈ ഒരു പ്രീവിയസ് ക്യാൻഡിൽ ഓൾമോസ്റ്റ് നമുക്കൊരു സൈൻ തന്നു. ഈ ഒരു സപ്പോർട്ട് ലെവൽ വരെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്തു, ഒരു സ്ട്രോങ് ബൈ മൊമെൻറ്റം ഷോ ചെയ്തു. അതിനുശേഷം ഉണ്ടായിട്ടുള്ള ക്യാൻഡിൽ വീണ്ടും ഒരു ലോവർ വിക്ക് ഫോം ചെയ്തതിന് ശേഷം ഈ ടോപ്പ് ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബൈ എടുത്തത്. എസ് നമുക്ക് ഓൾമോസ്റ്റ് 44 പിപ്സ് ആണ്. ഓൾമോസ്റ്റ് ഞാൻ ഇത്തരം ട്രേഡുകൾ സജസ്റ്റ് ചെയ്യാറില്ല, വലിയ എസ് ഉള്ള ട്രേഡുകൾ. അപ്പോൾ നൗഡേയ്സ് മാർക്കറ്റ് ഇപ്പോൾ എസ് ഓൾമോസ്റ്റ് എന്തായാലും മിനിമം 30 പിപ്സോളം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ റിസ്ക് നോർമലി എടുക്കുന്നതിനേക്കാളും പകുതിയാക്കിയിട്ടാണ് ഈ ട്രേഡ് എടുത്തിട്ടുള്ളത്. എൻ്റെ TP വരുന്നത് ഈ ഒരു റിജക്ഷൻ പോയിന്റിലായിരുന്നു. വാട്ട് എവർ 15 മിനിറ്റ്സിൽ ഓൾമോസ്റ്റ് ഇവിടെ ഒരു സപ്പോർട്ട് പോലെ ഫോം ചെയ്തതുണ്ടോ, റെസിസ്റ്റൻ്റ് ഫോം ചെയ്തതുണ്ടോ. അപ്പോൾ അവിടെ റിജക്ഷൻ കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫുൾ പോർഷൻ എക്സിറ്റ് അടിച്ചു. ഈ ഒരു പോയിന്റിൽ ഏകദേശം ഈ ഒരു പോയിന്റിൽ നിന്ന് കംപ്ലീറ്റ് ട്രേഡ് പൊസിഷൻ ക്ലോസ് ചെയ്തു. ഓൾമോസ്റ്റ് നമുക്കൊരു 45-46 പിപ്സോളാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. 1:1 അത് ബെറ്റർ റിസ്ക് റിവാർഡ് റേഷ്യോ ആണ്. SL തൊട്ട് താഴെ. അതുപോലെ TP നമ്മൾ ഫുൾ TPക്ക് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടില്ല. ഈ ഒരു TPയിൽ നമ്മൾ എക്സിറ്റ് അടിച്ചു. ലെഫ്റ്റ് സൈഡ് ക്ലീൻ ആയിരുന്നു, വാട്ടവർ ഒരു കൺജസ്റ്റഡ് പോലെ ആയിരുന്നു. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇന്നത്തെ ട്രേഡ് പകുതിയായിട്ട് ലോഡ് സൈസ് കുറച്ചിട്ടുള്ളത്. റിസ്ക് കുറക്കുക, നമുക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് റിസ്ക് കുറക്കുക എന്നുള്ളത് മാത്രമാണ്. റിവാർഡ് മാർക്കറ്റിൻ്റെ കയ്യിലാണ്. നമ്മളെ കയ്യിൽ ആകെ ഉള്ളത് റിസ്ക്. നമ്മളെ ക്യാപിറ്റൽ എങ്ങനെ സെക്യൂർ ചെയ്യാം, എങ്ങനെ നമ്മൾ റിസ്ക് മാനേജ് ചെയ്യുന്നുള്ളത് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ആ രീതിയിൽ എല്ലാ ട്രേഡുകളും എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.